ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യലായിട്ട് നല്ല രുചിയിൽ പൊങ്കാല പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പായസത്തിന് വേണ്ടി ഞാനിപ്പം 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. റെഡ് റൈസ്, പായസം റൈസ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. 200 ഗ്രാം അരിയുണ്ട് ഇത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പൊങ്കാലയ്ക്ക് മൺകലത്തിലാണ് പൊങ്കാല പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊങ്കാല ദിവസം ചെയ്യുമ്പോഴും അതിൻ്റെ ആചാരങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യണം. ഞാനിപ്പം വീട്ടിൽ ഇത് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് കുറേ പേര് പൊങ്കാല സ്പെഷ്യൽ നിവേദ്യം കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇത്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കഴുകി വാരി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊങ്കാല ദിവസം ചെയ്യുമ്പോൾ നമ്മൾ അരി എടുത്തിട്ട് 1 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ചിട്ടാണ് ഇടാറ്. അപ്പം അന്നത്തെ ദിവസം അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നിവേദ്യം തയ്യാറാക്കുമ്പോൾ ആദ്യം ഇളക്കത്തില്ല. അരി ഇട്ട് കൊടുത്തിട്ട് തിളച്ച് പൊങ്ങി അത് തൂവണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇളക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അരിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഒരു 80% വെന്തിട്ടുണ്ട്. അരി വേവുന്നതിന് മുമ്പ് ശർക്കര ചേർക്കരുത്, അങ്ങനെയാണെങ്കിൽ വേവത്തില്ല. ഇനി ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിച്ചത് 400 ഗ്രാം ശർക്കര, 200 ഗ്രാം റൈസിന്. ഇപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയൊക്കെയാണ് ചേർക്കാറ്. ഇപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ നല്ല ക്ലീനായിട്ടുള്ളത് വേണം എടുക്കാൻ. ഇതുപോലെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു 2.25 കപ്പിനോടൊക്കെ അടുത്തുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. 5 ഏലക്ക. കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇത്രയൊന്ന് വറ്റി വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് തേങ്ങ. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ എളുപ്പമുള്ള തേങ്ങ എടുക്കാമെങ്കിൽ നല്ലതായിരിക്കും. തേങ്ങ ഇട്ട് കൊടുത്തും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് പാകമാകണം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പായസമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ഒക്കെ കൂടുതൽ ഒഴിക്കാം. ഈ സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക. പിന്നെ 4 ടേബിൾ സ്പൂൺ കിസ്മിസ്, ഉണക്കമുന്തിരി. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആയതുകൊണ്ട് ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാറില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഞാലിപ്പൂവൻ പഴം എടുത്തേക്കുന്നത് 2 പഴം. കദളിപ്പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ലാസ്റ്റിലായി പഴമൊക്കെ ചേർക്കുന്നത്. പഴം ചേർക്കാതെയും ചെയ്യാറുണ്ട്. പൊങ്കാല പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.